ശ്രീ കാസ്ട്രോ, ഇതിപ്പോൾ അങ്ങിപ്പോൾ ചരിത്രം പറഞ്ഞു. ചരിത്രത്തിൽ പലതവണ പല നേതാക്കൾക്കെതിരെ നടന്ന നടപടികളുടെ കാര്യം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പിണറായിക്കും VS-നും ഒരുപോലെ നേരിടേണ്ടി വന്ന നടപടി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ CPM-ലെ ഏറ്റവും മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗമായ നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ കഴിഞ്ഞ 2 ടേമുകളിലും പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറത്തേക്ക് നേതൃത്വം നീങ്ങിയതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? സാധാരണഗതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുന്നു, അത് ആ കാലത്തെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു എന്ന രൂപത്തിലാണ്. പക്ഷേ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, അത് പാർട്ടി സെക്രട്ടറി അത് നടപ്പാക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു പിണറായി കാലത്തിൽ. അപ്പോൾ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? രണ്ടാമത്തെ കാര്യം, പിണറായി വിജയനെ തിരുത്തുക എന്ന രൂപത്തിലേക്ക് CPM പോകുന്നു. ആ രൂപത്തിലേക്കാണ് നിങ്ങളുമായി ചർച്ചയാകാമെന്ന് LDF കൺവീനർ പറഞ്ഞത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത് മുന്നണിയെ ശക്തിപ്പെടുത്താനാണ് എന്ന് പറയുന്നു. അങ്ങനെ ശക്തിപ്പെടുത്താനാണ് എന്ന് പിണറായി വിജയന് തോന്നുന്നില്ല. പിണറായി വിജയനെതിരായ നീക്കമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. താങ്കൾ പറഞ്ഞതിൻ്റെ ഉത്തരം താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. CPM എന്ന പാർട്ടിയെ അത്ര കുറച്ച് കാണുന്ന എന്തിനാ നിങ്ങൾ മാധ്യമപ്രവർത്തകർ? ആ പാർട്ടിക്ക് അതിൻ്റെ അകത്ത് എത്ര ഉന്നതനായ നേതാവായാലും ആ നേതാവിൻ്റെ തീരുമാനമല്ലല്ലോ അതിൻ്റെ അകത്തെ തീരുമാനം. പാർട്ടി ഘടകങ്ങളുടെയും പാർട്ടിയുടെ കൂട്ടായ തീരുമാനമല്ലേ? ആ കൂട്ടായ തീരുമാനത്തിലേക്ക് വരാൻ ആ പാർട്ടിക്കുള്ള ശേഷിയെ നിങ്ങൾ എന്തിനു കുറച്ച് കാണുന്നത്? CPI അതിനെ കുറച്ച് കാണുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഹോദര പാർട്ടി, അവർക്ക് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ശേഷിയുണ്ട്. എത്ര വലിയ നേതാവായാലും വലിയ നേതാക്കന്മാരെ തിരുത്തിയ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഞങ്ങളുടെയും അവരുടെയും, ഞങ്ങളുടെ പൊതുവായ 1964 മുമ്പുള്ള ചരിത്രവും ഒക്കെയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ ഈ പാർട്ടികൾ. അതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അപ്രമാദിത്വം ഏതെങ്കിലും വ്യക്തികൾക്ക് വരാൻ പറ്റുന്ന രൂപത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന. ഈ വ്യക്തികൾക്ക് ചരിത്രത്തിലുള്ള പങ്കിനെ പറ്റി പ്ലഹനവിനെ പോലെയുള്ള മാർക്സിസ്റ്റ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തികൾ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. അവരുടെ സംഭാവനകൾ അർപ്പിച്ച് അവർ കടന്നു പോകും. അത്രയും പ്രാധാന്യമേ വ്യക്തികൾക്കുള്ളൂ. പക്ഷേ രാഷ്ട്രീയം മുന്നോട്ട് പോകും, പാർട്ടി മുന്നോട്ട് പോകും. കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ കടമകൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ ബദൽ എന്ന് പറയുന്ന ആശയമാണ് ഞങ്ങൾ 2 പാർട്ടികളും മുൻപോട്ട് വയ്ക്കുന്നത്. ദേശീയ തലത്തിലും അതിന് വലിയ പ്രസക്തി ഓരോ ദിവസവും കൂടി വരികയാണ്. ഹിന്ദുത്വ വർഗീയ ശക്തികൾ രാജ്യത്ത് അധികാരം കൈയാളുന്നു, അതിനെതിരായ ജനരോഷമുണ്ടാകുന്നു. അതിലെല്ലാം നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് CPI-യും CPM-ഉം അല്ലേ? ഇടതുപക്ഷത്തിന് വലിയ റോളില്ലേ? ഇന്ന് പാർലമെന്ററി രംഗത്ത് ഇടതുപക്ഷം വളരെ ദുർബലപ്പെട്ടു, ഇന്ത്യ രാജ്യത്ത് മുതലെടുത്താൽ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ബൗദ്ധികമായ സ്വാധീനം, സമരങ്ങളിലുള്ള സ്വാധീനം, ജന്തർ മന്ദിറിലെ സമരത്തിലടക്കം ഞങ്ങളുടെ വിദ്യാർത്ഥി സഖാക്കൾ അതിന് നൽകിയ പിന്തുണയ്ക്കും ഗൈഡൻസിനുമാണ് അഭിദീപ്ക്ക് നന്ദി പറഞ്ഞത്. വെറും സപ്പോർട്ടെന്നല്ല പറഞ്ഞത്, ഗൈഡൻസ് ആണ്. അപ്പോൾ ഈ വളർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ അടക്കം ഗൈഡ് ചെയ്യാനുള്ള ഒരു ശക്തിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അതിനെ ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും ദുർബലപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് സഹ TP രാമകൃഷ്ണന്റെ പ്രസ്താവനയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇത് ചെറിയ സാഹചര്യമാണെന്ന് കരുതാനാകില്ല. ശ്രീ NP ചെക്കുട്ടി, ഇതിൽ ആരു വഴങ്ങും? പ്രത്യാരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ. അല്ല, വരുന്നുണ്ട്, പല പ്രതികരണങ്ങളായി വരുന്നുണ്ട്. ഞങ്ങൾ ആരോപണങ്ങൾ അല്ല, ഇന്ന് ജിസ്മോന്റെ പ്രതികരണം വന്നു. ജിസ്മോന്റേതും മറുപടി ആയിട്ടുള്ള പ്രതികരണമാണ്, അത് വരുന്നുണ്ടായിരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.